മാഷായിട്ട്. അന്ന് പൊന്നങ്കോട് വരെ മണ്ണാർക്കാട് താമസിച്ചു. കല്ലിലോടി അന്ന് പി എ ശങ്കരനോട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലം. അയാളുടെ തൊട്ട് മുറിയിലൊക്കെ താമസിച്ചു. എവിടേക്കാണ് കുട്ടികൾ പോണതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ കാരാകുറിച്ചി. കാരാകുറിച്ചി നല്ല കനത്ത സൗണ്ടാണ്. കാരാകുറിച്ചി എന്താ? ഞാനവിടെ മാഷായിട്ട് പോകണം. അതെ, ഹൈസ്കൂളോ? ആ യാതൊരു പേടിയും വേണ്ട, അങ്ങോട്ട് പോരെ, ഞാനുണ്ടാവും ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അന്നപ്പോൾ ഇവിടുന്ന് SS കുമാർ എന്ന് പറഞ്ഞ ബസ്സുണ്ട്, അതിന് പോയി അവിടെ സ്കൂളിൻ്റെ മുമ്പിൽ ഇറങ്ങാം. പൊടിപടലങ്ങളുണ്ടാവും. ഒരു തോർത്തൊക്കെ മേടിച്ച് കൈ വെച്ചു, തോർത്തൊക്കെ അതിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ SS കുമാർ ബസ്സിൽ കയറി 8 മണിക്കുള്ള കയറി അവിടെ 9 മണി കഴിയുമ്പോൾ അവിടെ എത്തിയത് ഇറങ്ങിയത് ഒരു ചായക്കട ഉണ്ടാവും. അത് നാരായണേട്ടൻ്റെ ചായക്കടയാണ്. പഴയ ചായക്കട നാരായണേട്ടൻ. എവിടെ നിന്നാണ് കുട്ടി വരണേ? പഴയ ട്രങ്ക് പെട്ടി എൻ്റെ കയ്യിലുണ്ട്. അന്ന് വേറെ പെട്ടികളൊന്നുമില്ല, ട്രങ്ക് പെട്ടിയാണ്. എന്താ ഈ പെട്ടിയൊക്കെയായിട്ട് ഇറങ്ങി? ഞാനിവിടെ ടീച്ചർ. അയ്യേ, ടീച്ചറായിട്ടോ? തലയിലൊക്കെ ആകെ പൊടിയാണല്ലോ കുട്ടിയെ എന്ന് പറയാൻ. ആശാൻ അവിടുത്തെ ഒരു തോർത്തെടുത്ത് തന്നാണ് ഞാൻ തലയൊക്കെ തോർത്ത്. ഷർട്ടും മുണ്ടും ഒക്കെ പൊടിയാണ്. എന്നിട്ട് ഷർട്ടും മുണ്ടൊക്കെ വേറെ ഇല്ലേ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ടൈലർ കടയുണ്ട് നാരായണൻകുട്ടിയുടെ. അവിടെ ഇത് ഷെൽഫ് ഉള്ളതുകൊണ്ട് അപ്പുറത്ത് തുണി മാറാൻ സൗകര്യമുണ്ട്. അവിടെ പോയി മാറിക്കുന്നു. നോക്കുമ്പോൾ നാരായണൻകുട്ടിയാണ്. നാരായണൻകുട്ടി പോയി പറഞ്ഞു, മാഷുകുട്ടിയാണ്, വസ്ത്രങ്ങളൊക്കെ മാറണം. അതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ട് നാരായണൻകുട്ടിയാണ്. ടൈലറാണ് നാരായണൻകുട്ടി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നാരായണേട്ടൻ മരിച്ചുപോയി. അത് ഭയങ്കര സങ്കടമായി അയാളുടെ മരണം. ഞങ്ങൾ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കാരാകുറിച്ചി ഹൈസ്കൂളിൽ കയറി ചെന്നപ്പോൾ അന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വന്ന് ബുക്ക് വന്ന സമയം 4 കുട്ടികളുടെ നോട്ട് കൂട്ടുന്ന എഴുതി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ബുക്കിൽ. SLC ബുക്കിൽ നോട്ട് കൂട്ടുന്ന എഴുതി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും പോയി 4 വീട് അതിൻ്റെ സമരം നടക്കും പിള്ളേർ. ഭയങ്കര സമയം. ഒരു തിരുവനന്തപുരംകാരി ടീച്ചറാണ്, എന്താ സൗമിനി എന്ന് മറ്റേ പേരെന്തോ, ലേഡിയാണ് ഹെഡ് മിസ്സസ്. അപ്പോൾ ആ സമരം ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരാളുടെ ഭാഷ ഇവിടുത്തെ ഭാഷയാണോ അറിയുന്നത്, ഞാൻ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ആ കുട്ടികളോട് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യിക്കണമെന്ന്. ആ മാഷ് തന്നെയാണ് പറഞ്ഞത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കുട്ടിയോട് വിളിച്ച്, അത് ആ കുട്ടി ഇവിടെ ഒരു മറ്റേ കുമുദൻ ടീച്ചറുടെ ചേച്ചിയൊരു കുട്ടിയാണ്. എന്താ, എനിക്ക് ഒപ്പിടണം, ജോയിൻ ചെയ്യണം, അപ്പോൾ ഒന്ന് സഹായിക്കണം. അത് കയറി പോകുന്നു. ആ കയറ്റി കൊടുക്കും. ഞാൻ കയറി പോയി അഡ്മിഷൻസ് കണ്ടു. കാര്യം ട്രാൻസ്ഫർ ഓർഡർ കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് എനിക്ക് 1ാം ക്ലാസ്സിലായിട്ട് ഒഴിവുള്ളത്. ഇവിടെ താഴത്തൊരു പഴയ കെട്ടിടമുണ്ട്. അത് ഇവിടുത്തെ അധികാരിയുടെ, മഞ്ഞക്കണ്ണി അധികാരിയുടെ കെട്ടിടമാണ്. അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. മാസം 54 രൂപ നിശ്ചയിച്ച്. അങ്ങനെ കൊടുക്കലൊന്നുമില്ല. അതിൽ പോയി 1ാം ക്ലാസ്സിൽ, ഈ കുട്ടിയാണോ 1ാം ക്ലാസ്സിലേക്ക് വന്നത്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയാളൊന്നും അത്രയും വലിയ തടിയോ ആരോ ഒന്നുമില്ല.
അപ്പം അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. എല്ലാ അച്ഛൻ കുമുദൻ ടീച്ചർ, ദേവി ടീച്ചർ, അങ്ങനെ തുടങ്ങി മുഴുവൻ പേരുടെ പേര് ഓർക്കില്ല. അങ്ങനെ അവിടെ 4-5 ടീച്ചേഴ്സുണ്ടായിരുന്നു. അവരുടെ കൂടെ കൂടി 1-ാം ക്ലാസ് ചാർജ് ചെയ്ത് കുട്ടികളെ കേട്ട് ലോകത്തിൽ കൂടി അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. എന്നിട്ട് താമസിക്കാൻ ഇവിടെ വലിയട്ടിൽ അപ്പൂട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ സുന്ദരമാഷ അച്ഛൻ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. വാടകയ്ക്ക് തന്നെയാണ്, ഒരു കുത്തൻ്റെയാണ്, രാമൻകുട്ടി ഉപ്പാൻ. അതിൽ പോയി താമസം തുടങ്ങി. അതിൻ്റെ മുകളിൽ പ്രഭാകരൻ മാഷ്, ടി.കെ. ചന്ദ്രശേഖര പണിക്കർ, പിന്നെ രാമചന്ദ്ര പണിക്കർ, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദി മാഷ്. അത്ര ഓർക്കുന്നുള്ളൂ. അങ്ങനെ അവിടെ താമസം തുടങ്ങി. അങ്ങനെ സ്കൂളിൽ അങ്ങനെ പോയി പറ്റി. പിന്നെ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് ജനാർദ്ദൻ പണിക്കരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലും പിന്നെ കുട്ടികൃഷ്ണൻ പണിക്കരുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഒക്കെ ക്ലാസ് കുട്ടികൾക്ക്. അതിൽ ഇവിടെ മൈക്കിളേറ്റിൻ്റെ ബിൽഡിങ്ങിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ ആയിട്ട്. അവിടെ എന്നാണ് SSLC SSLC ഞാൻ വരുമ്പോൾ SSLC ഉണ്ട്. 70 അവിടെ സെൻറ്റർ തുടങ്ങി ഇവിടെ. SSLC വന്നത് 69 SSLC വന്നു ബാച്ച്. അത് തച്ചമ്പാറയാണ് പരീക്ഷ എഴുതിയത്. അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നോ സമയത്ത്? അത്യാവശ്യം കുട്ടികൾ കാര്യമായിട്ട് ഇല്ല, എന്നാലും ഉണ്ടായിരുന്നു. ഈ സൗകര്യമില്ലാത്തതുകൊണ്ട് ക്ലാസ്സേ ട്യൂഷൻ സൗകര്യമില്ലാത്തതുണ്ട്. അന്ന് ഇവിടെ സ്കൂളിൻ്റെ പണി നടക്കുകയാണ്. ഹൈസ്കൂളായപ്പോൾ സ്കൂൾ അനുവദിച്ചിട്ടുള്ള പണി നടക്കുകയാണ്. അപ്പോൾ ആ സൗകര്യം പോരാ, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകണം. അന്ന് ഒരു നില പണിതുള്ളൂ. അതുകൊണ്ടാണ് ഇത് അവിടെ പോയി ക്ലാസ് എടുക്കേണ്ടി വന്നത്.